ഹലോ ഫ്രണ്ട്സ്, ആൻഡ് കോമിക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്റ്റെക്സ് മിനി 12ൻ്റെ ഫുജി ക്യാമറയെ കുറിച്ചായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ വീഡിയോന് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഈ ക്യാമറ ഓൺലൈനിൽ അവൈലബിൾ ആണോ, പ്രൈസ് എത്രയാണ് ക്യാമറയുടെ? ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഇവിടെ UAE ഒരു ലുലുന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ അതിൻ്റെ റേറ്റ് വരുന്നത് 8,000 നിയറസ്റ്റ് ആയിരുന്നു. ഇതാണ് ക്യാമറ. ഈ കളറിലുള്ള ക്യാമറയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്ന് ഇത് 1-2 കളേഴ്സിൽ മാത്രം അവൈലബിൾ ആയിരുന്നത്. ഞാൻ ഇന്ന് ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അന്നത്തെ റേറ്റിനേക്കാളും ചെറിയൊരു മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ഈ ക്യാമറയുടെ യൂസ് ചെയ്യുന്ന ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. സെപ്പറേറ്റ് ഷീറ്റിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഞാനന്ന് വാങ്ങിയത് 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയത്. ഇതിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഷീറ്റിൻ്റെ കൗണ്ട് ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും, എത്ര നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത്. ഈ ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ ആണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈ ക്യാമറയുടെ ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആക്സസറീസും ക്യാമറയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈ ക്യാമറയിൽ എടുത്ത എല്ലാ ഫോട്ടോസും ഞാൻ ഒരു ആൽബത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആൽബം ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ്. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത ആൽബം. ഇതിൽ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ മെമ്മറീസോ ഡേറ്റോ ഫോട്ടോ എടുത്തോ ഡേറ്റോ ഒക്കെ നോട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഡേറ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ആക്സസറിയാണ് ക്യാമറയുടെ ബാഗ്. ഞാൻ ഈ ആൽബം വാങ്ങിക്കുന്ന സമയത്ത് ബാഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബാഗുകൾ അവൈലബിൾ ആണ്. ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കൂടെ തന്നെ ബാഗും ഈ ആൽബവും പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കത് ആവശ്യമുള്ള ഐറ്റംസാണ് ഈ രണ്ടെണ്ണം. അന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാം, ക്യാമറ സെറ്റിൽ എന്തൊക്കെയുണ്ട്, അതൊക്കെയായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോയിൽ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ പ്രിൻ്റ് വന്നതിന് ശേഷം ഞാനത് ഷേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഷേക്ക് ചെയ്യരുത്, ഈ ഫോട്ടോ ബ്ലറായി പോവും, ഈ പ്രിൻ്റ് ബ്ലറായി പോവും. അന്നത്തെ വീഡിയോയുടെ കമൻറ്റിലും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷേക്ക് ചെയ്യരുതെന്ന്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ബ്ലറായി പോയി കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ഫോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.